ഈ വിധി പ്രസ്താവത്തെ എങ്ങനെയാണ് എത്രത്തോളം ഇത് പ്രതീക്ഷിച്ചിരുന്നു? എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കേസിന്റെ വിധിയെ കാണുന്നത്? കോടതി സത്യം കണ്ടെത്തുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു. പക്ഷെ എന്താ വിധി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു വിശ്വാസം, ഞങ്ങളെല്ലാം ഈശ്വരവിശ്വാസികളാണ്. പ്രത്യേകിച്ച് ഞാൻ പൂർണ്ണമായും പൂർണ്ണത്ര ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ പൂർണ്ണത്ര ഈശ്വരൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാകുമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ആളാണ്. ഞാൻ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും പൂർണ്ണത്ര ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേൽക്കാറ്, നല്ലത് വരട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കേസിന്റെ തുടക്കത്തിലും ഇതുവരെയുള്ളൊരു തെരഞ്ഞെടുപ്പ് കേസ് പോലെയല്ല, പ്രത്യേകിച്ച് മതചിഹ്നം ഉപയോഗിക്കുന്നു, ദൈവത്തെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു മാനസിക വിഷമം ഉണ്ടാക്കിയിരുന്നു. അല്ല, ഇത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു കേസാണ്. ഇതുപോലെ കൃത്രിമമായിട്ട് കേസുണ്ടാക്കി ആരെ വേണമെങ്കിലും കുഴപ്പത്തിലാകാമെന്നുള്ളത് ഒരു ഇതാണിത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അവർ തന്നെ സ്ലിപ്പ് കൊടുക്കുന്നു, അവർ തന്നെ മറ്റേ സ്ലിപ്പ് കൊടുത്തതിന് ശേഷം കേസ് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ഇത്തവണ കേബാബുവിൻ്റെ പണി തീരും എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ അന്ന് ഈ സ്ലിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ അന്ന് തന്നെ ഇത് അറിഞ്ഞ സമയത്ത് എല്ലാവരും പോയി ആ ഫ്ലാറ്റിലെ മറ്റു ആളുകളോടൊക്കെ ചോദിച്ചു. ആർക്കും കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു സ്ലിപ്പ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഇവിടെ ഈ അമ്പലത്തിൻ്റെ തെക്കുവശത്തുള്ളൊരു ഫ്ലാറ്റിലാണ് ഇത് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവരുടെ പാർട്ടിക്കാരായ ഒരാളുടെ ഒഴിച്ച് ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു സ്ലിപ്പ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ആള് ഈ കേസ് വന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോർക്കുന്നു? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കരുതലുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ സമയത്തെല്ലാം അദ്ദേഹം അന്വേഷിക്കുകയും ഇവിടെ വരികയും ഒക്കെ ചെയ്ത് എനിക്ക് ആത്മവിശ്വാസം പകർന്ന ഒരാളായിരുന്നു. ഈ വിധി കേൾക്കാൻ അദ്ദേഹം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം അതിന് വിട്ട് സഹായിച്ചതിൻ്റെ പേരിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. നിങ്ങൾ സ്ഥാനാർത്ഥി ആകില്ലായിരുന്നു, നിങ്ങൾക്കെല്ലാം അറിയാം. 2016 2016 അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു. 2021 അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും കേരളത്തിന് മൊത്തത്തിലുള്ള നഷ്ടം പോലെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീരാനഷ്ടമാണ്. കാരണം എനിക്ക് എന്നോട് ഇന്നും വളരെ കരുതലുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. എന്നോട് മാത്രമല്ല എല്ലാവരോടും കരുതലുണ്ടായിരുന്നു, എന്നോട് പ്രത്യേകിച്ചൊരു കരുതലുണ്ടായിരുന്നു. ഞാനും അദ്ദേഹവും തമ്മിൽ ഉള്ള ബന്ധം ആ നിലയ്ക്ക് ഉള്ളതായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം മാത്രമല്ല, വളരെ. ഈ വിധി പ്രസ്താവം വന്നപ്പോൾ ഇത് കേൾക്കാൻ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് കെ ബാബുവിൻ്റെ പ്രതികരണം. കാര്യം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളുകളിൽ ഒരാളായിരുന്നു, ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേസ് വന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിക്ക് അത് ഏറെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു പ്രതികരണം കൂടി വൈകാരികമായി കെ ബാബു പങ്കുവയ്ക്കുകയായിരുന്നു.